ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി അരി അല്ലെങ്കിൽ ഏത് പച്ചരി ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇടാം. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം 1 കപ്പ് ചേർക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിയിൽ നിന്നും 1/2 കപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിയിൽ ബാക്കിയുള്ള അരി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചിരവിയത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്കായുടെ കുരുവാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചെറുതായി അരച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സാക്കി വെക്കാം. ഇത് തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ഇത് പൊങ്ങി വരാൻ സമയമെടുക്കും. ഒരു 8-10 മണിക്കൂർ എടുക്കും. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ബൗൾ വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്യണം. ഇതൊന്ന് ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചതിന് ശേഷം വേണം ഇഡ്ഡലി തട്ടടക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വാട്ടിയെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഇതൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. ഫോർക്കിലൊന്നും പറ്റി പിടിക്കുന്നില്ല. ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ പ്ലേറ്റിൽ നിന്ന് വിടവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ബാക്കിയുള്ള മാവ് ചെറിയ ബൗളിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കത്തി കൊണ്ടൊന്ന് കുത്തിയെടുക്കാം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ ബൗളിലും ഉണ്ടാക്കിയെടുത്താലും നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ചെറിയ വട്ടയപ്പം കാണാൻ രസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പച്ചരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതല്ലെങ്കിൽ ഇഡ്ഡലി അരി ഉപയോഗിച്ചാലും മതിയാവും.
അതുപോലെ തന്നെ തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ പാർട്ടൊന്നും ചേർക്കാതെ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിന് നല്ല വെള്ള കളർ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഏലക്കായ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തോട് ഉപയോഗിക്കേണ്ട, അതിൻ്റെ കുരു മാത്രം ഒന്ന് പൊടിച്ചെടുത്താലാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൽ മധുരം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ അത്ര മധുരം ആവശ്യമില്ലെങ്കിൽ ഇതിൽ നിന്നുള്ള പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.